നമസ്കാരം. പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. കേരള ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും ലിസ്റ്റിൻ സ്റ്റീഫൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ദിവ്യധാര മ്യൂസിക് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഡാളസ് IPC എബനസർ ഹാളിൽ അനുമോദന മീറ്റിംഗും ദിവ്യവാർത്താ ഫലകവും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഗാർലൻഡ് സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക ദേവാലയത്തിൽ ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കുകയും പെരുന്നാളിന് കൂടിക്കയറുകയും ചെയ്തു. കേരള ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി മൂന്നാം തവണയും ലിസ്റ്റിൻ സ്റ്റീഫൻ തിരഞ്ഞെടുക്കപ്പെട്ടു. വൈസ് പ്രസിഡന്റായി സിയാദ് കോക്കറും ജനറൽ സെക്രട്ടറിയായി SST സുബ്രഹ്മണ്യനും ജോയിന്റ് സെക്രട്ടറിയായി A മാധവൻ, മുകേഷ് R മേത്ത, PA സെബാസ്റ്റ്യൻ എന്നിവരും ട്രഷററായി VP മാധവൻ നായരും തിരഞ്ഞെടുക്കപ്പെട്ടു. കൊച്ചിയിൽ നടന്ന വാർഷിക ജനറൽ ബോഡി മീറ്റിംഗിലാണ് ഭാരവാഹികളെ പ്രഖ്യാപിച്ചത്. നിലവിലുള്ള അതേ കമ്മിറ്റിയെ തന്നെയാണ് അടുത്ത ഒരു വർഷത്തേക്ക് കൂടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. നിരവധി ഹിറ്റ് ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് സമ്മാനിച്ച മാജിക് ഫ്രെയിംസ് എന്ന നിർമ്മാണ വിതരണ കമ്പനിയുടെയും SIFA, സൗത്ത് സ്റ്റുഡിയോസ്, സൗത്ത് ഫ്രെയിംസ് എന്നീ സ്ഥാപനങ്ങളുടെയും ഉടമയാണ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ലിസ്റ്റിൻ സ്റ്റീഫൻ. ന്യൂസ് ഡെസ്ക് e-മലയാളി. ദിവ്യധാര മ്യൂസിക് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഡാളസ് IPC എബനസർ ഹാളിൽ അനുമോദന മീറ്റിംഗും ദിവ്യവാർത്താ ഫലകവും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ദിവ്യധാര മ്യൂസിക് മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഡാളസ് IPC എബനസർ ഹാളിൽ അനുമോദന മീറ്റിംഗും ദിവ്യവാർത്താ ഫലകവും ക്യാഷ് അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. IPC ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ഡോക്ടർ പാസ്റ്റർ ബേബി വർഗീസ് മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തു. മീറ്റിംഗിൽ ദിവ്യധാര മിനിസ്ട്രീസ് പ്രസിഡന്റ് ജോസ് പ്രകാശ് കരുപ്പിനേത്ത അധ്യക്ഷത വഹിച്ചു. ജനറൽ കോർഡിനേറ്റർ ബ്രദർ SP ജെയിംസ് സ്വാഗത പ്രസംഗം നടത്തി. കേരള സ്റ്റേറ്റ് NRI കമ്മീഷൻ മെമ്പറും IPC കേരള സ്റ്റേറ്റ് കൗൺസിൽ അംഗവുമായ ബ്രദർ പീറ്റർ മാത്യുവിനെ മീറ്റിംഗിൽ ഫലകം നൽകി ആദരിച്ചു. മറുപടി പ്രസംഗത്തിൽ മലയാളി പ്രവാസികളുടെ വസ്തുവകകളെ സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും അനുബന്ധ നടപടി കാര്യങ്ങളിൽ സഹായിക്കാമെന്ന വാഗ്ദാനം നൽകുകയും ചെയ്തു. ഹ്യൂസ്റ്റൺ, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, ഫിലാഡൽഫിയ തുടങ്ങിയ പട്ടണങ്ങളിലെ സ്വീകരണ മീറ്റിംഗുകളിൽ പങ്കെടുത്ത ശേഷം കേരളത്തിലേക്ക് മടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞു. തുടർന്ന് ദിവ്യവാർത്ത ബൈബിൾ കിസ് ഇംഗ്ലീഷ് സീരീസ് ഷെർലി തോമസ്, മലയാളം ബൈബിൾ കിസ് സീരീസ് സാലി ജോൺ, മലയാളം ബൈബിൾ കിസ് സീരീസ് ഡൈജി വിനു, VK സക്രിയ എന്നിവർ സർട്ടിഫിക്കറ്റുകളും ഡാളസ് കപ്പാസ് ഗുഡ്വിൽ മിനിസ്ട്രി സ്പോൺസർ ചെയ്തിട്ടുള്ള ക്യാഷ് അവാർഡും നൽകി. മീറ്റിംഗിൽ ബ്രദർ സാം മാത്യു, ബ്രദർ സാബുക്കുട്ടി, കപ്പാമൂട്ടിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു. അധ്യക്ഷന്റെ ഉപസംഹാര പ്രസംഗത്തിനും കൃതജ്ഞത പ്രകാശനത്തിനും ശേഷം വികാരി KP ജോർജ് പ്രാർത്ഥിച്ചു. തുടർന്ന് ഡോക്ടർ പാസ്റ്റർ ബേബി വർഗീസിന്റെ ആശീർവാദത്തോടെ മീറ്റിംഗ് സമംഗളം പര്യവസാനിച്ചു. മീറ്റിംഗിൽ IPC എബനേസർ കൊയർ ബ്രദർ എബ്രഹാം നോബിയുടെ നേതൃത്വത്തിൽ ഗാനശുശ്രൂഷ നടത്തി. ന്യൂസ് ഡെസ്ക് e-മലയാളി. ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ ഗാർലൻഡ് സെന്റ് തോമസ് സീറോ മലബാർ കത്തോലിക്ക ദേവാലയത്തിൽ ജൂലൈ 3 ദുഃഖ്രാന തിരുനാൾ ആഘോഷിക്കുകയും പെരുന്നാളിന് കൂടിക്കയറുകയും ചെയ്തു. ദിവ്യബലിക്ക് റവറന്റ് ഫാദർ സിബി സെബാസ്റ്റ്യൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുക്കർമ്മങ്ങളിലും സ്നേഹവിരുന്നിലും വിശ്വാസികൾ പങ്കെടുത്തു. സർവ്വവിധ അലങ്കാരങ്ങളോടെ ഇടവക മധ്യസ്ഥന്റെ വിശുദ്ധ തിരുസ്വരൂപം പള്ളിയിലെ പ്രധാന കവാട ഭാഗത്ത് എഴുന്നള്ളിച്ചു വെച്ചിരുന്നത് വിശ്വാസികളിൽ ഏറെ കൗതുകം സൃഷ്ടിച്ചു. ജൂലൈ 3 തുടങ്ങിയ പെരുന്നാൾ ജൂലൈ 7 തിങ്കളാഴ്ച വൈകുന്നേരം 8:30 കൊടിയിറക്കം നടത്തി സമാപിക്കും. ജൂലൈ 4 വെള്ളിയാഴ്ച സെന്റ് തോമസ് നൈറ്റ് ഇടവക അംഗങ്ങളുടെ കലാപരിപാടികളും ജൂലൈ 5 ശനിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് പ്രശസ്ത ഗായകൻ ഫ്രാങ്കോ നയിക്കുന്ന ഗാനമേളയും ഒരുക്കിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് e-മലയാളി. ഇതോടെ പ്രവാസി ചാനൽ e-malayali.com ന്യൂസ് സെഗ്മെന്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@e-malayali.com എന്ന ഇമെയിലിലേക്ക് വാർത്തകൾ അയയ്ക്കുക.